9ാം ക്ലാസ് മാത്തമാറ്റിക്സിലെ സർക്കിൾസ് ആണ് നമ്മൾ എടുത്തു വന്നിരുന്നത്. തിയറം 10.8 ആണ് ഇനി പറയാനുള്ളത്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നതിന് മുമ്പേ എന്താണ് ഈ ഒരു തിയറം കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് എന്നുള്ളതെന്ന് പറയാം. ഈ സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് എടുക്കുന്നു. ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും. നമ്മൾ രണ്ട് പോയിന്റ്സ് പിയും ക്യൂവും എടുത്തില്ലേ? പിയിൽ നിന്ന് സർക്കിളിലെ വേറെ ഏതെങ്കിലും പോയിന്റിലോട്ട് ജോയിൻ ചെയ്യുന്നു. അതേപോലെ ക്യൂവിൽ നിന്ന് എയിലോട്ട് ജോയിൻ ചെയ്യുന്നു. പിയിൽ നിന്നും ക്യൂവിൽ നിന്നും എയിലോട്ട് ജോയിൻ ചെയ്യുന്നു. ഒരാംഗിൾ ഉണ്ടായി. ഈ ആംഗിൾ എക്സ് ആണെന്നിരിക്കട്ടെ. ഈ രണ്ട് പോയിന്റിൽ നിന്ന് ഈ സർക്കിളിന്റെ സെന്ററിലോട്ട് ജോയിൻ ചെയ്തിരിക്കട്ടെ. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ 2x ആയിരിക്കുമെന്നാണ് ഈ തിയറം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ വരയ്ക്കാം. രണ്ട് പോയിന്റ്സ് ഉണ്ടായിരുന്നു, പി ക്യൂ. ഇതിന്റെ ഈ ഒരു പോയിന്റ് എ എന്നുള്ള പോയിന്റിലോട്ട് ഒരു ആംഗിൾ വരച്ചു. ഇതേപോലെ ഈ രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാണത്? പിയിൽ നിന്നും ക്യൂവിൽ നിന്നും ഇതിന്റെ സെന്ററിലോട്ടും ആംഗിൾ വരച്ചു. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് എക്സ് ആയപ്പോൾ ഇത് 2x ആയി. അതിന്റെ അർത്ഥം എന്തുവാ? ഇവിടുത്തെ എക്സിന്റെ ഇരട്ടിയാണ് ഇവിടെ വരുന്നത് അല്ലേ? ഈ എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 2x കിട്ടുക. സോ ഇത് എക്സ് ആയപ്പോൾ ഇത് 2x ആയി. അങ്ങനെയാണെങ്കിൽ ഇത് 30 ആകുമ്പോൾ ഇത് എത്ര വരും? 30 × 2 എത്ര വരും? 60 വരും അല്ലേ? സോ ഇവിടുത്തെ ഇരട്ടിയാണ് ഈ സെന്ററിൽ വരിക. അല്ലെങ്കിൽ തിരിച്ചു വേണമെങ്കിലും പറയാം അല്ലേ? ഇത് 60 ആയപ്പോൾ ഇത് 30 ആയി അല്ലെ? 60യുടെ പകുതി 30 ഇവിടെ വരും. ഇതാണ് ഈ തിയറം നമ്മളോട് പറയുന്നത്. നോക്കിയേ, ഈ കേസിൽ കണ്ടോ, നമ്മൾ ഇവിടുന്ന് കണ്ടില്ലേ, ഇങ്ങോട്ടാ ജോയിൻ ചെയ്തത് അല്ലേ? സർക്കിളിന്റെ ഈ മേജർ സെഗ്മെന്റിലോട്ടാ ജോയിൻ ചെയ്തത്. കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടാ മേജർ ആർക്കിലോട്ടാ വരച്ചത്, എ വരച്ചത്. സപ്പോസ് ഈ എ എന്നുള്ള ലൈൻ ഈ താഴോട്ടാ വരയ്ക്കുന്നിരിക്കട്ടെ, ഈ ചെറിയ സെക്ടറിലോട്ടാ വരയ്ക്കുന്നിരിക്കട്ടെ. സോ ഇതിന് ഇങ്ങനെ വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ തിയറം എങ്ങനെ പറയാൻ പറ്റും? നോക്കിയേ, ഇവിടെ എക്സ് വന്നപ്പോൾ കണ്ടോ ഇങ്ങനെ വന്ന് ഇവിടാണ് 2x വന്നത്. കണ്ടോ, ഇവിടെ 30 വന്നപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടെ 60 വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ആണെന്നിരിക്കട്ടെ. ഇത് കഴിഞ്ഞ് ദണ്ടി കണ്ടോ ഇവിടാണ് നമുക്ക് 2x വരിക. മനസ്സിലായോ? പിടികിട്ടിയോ? സപ്പോസ് ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. ഈ ആംഗിൾ എത്ര ആയിരിക്കും? 60യുടെ ഡബിൾ എത്രയാണത്? 120 ഡിഗ്രി ആയിരിക്കും എന്നാണ് ഈ തിയറം നമ്മോട് പറയുന്നത്. ഇനി ഒരു കേസും കൂടെ അവർ പറയുന്നുണ്ട്. ഈ ഒരു കേസിൽ കണ്ടില്ലേ, നമ്മുടെ പിയും ക്യൂവും കണ്ടില്ലേ, അത് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്താ ഈ പി ക്യൂവിന്റെ പ്രത്യേകത? ഇത് ഡയമീറ്റർ ആണ്. പി ക്യൂ ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് സംഗതികൾ എന്തായിരിക്കും? സെമി സർക്കിൾ ആയിരിക്കും. ശരി, അപ്പൊ നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ജോയിൻ ചെയ്യാം. ഇപ്പൊ മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ ജോയിൻ ചെയ്യാം. അപ്പം ഈ ആംഗിൾ എത്ര? ആംഗിളിന്റെ ലൈൻ നമ്മൾ പഴയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ആംഗിളിന്റെ ലൈൻ ഈസ് 180 ഡിഗ്രി. അപ്പൊ ഈ ആംഗിളും 180 ആണ്, അതേപോലെ ഈ ആംഗിളും 180 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞ കണക്ക് പ്രകാരം കണ്ടില്ലേ, ഇത് 2x ആണെങ്കിൽ 2xന്റെ പകുതി x ആണ് ഇവിടെ വരേണ്ടത്. അപ്പൊ ഇവിടെ 180 ആണെങ്കിൽ 180യുടെ പകുതി എത്രയാണത്? 90. അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു 3 കാര്യങ്ങളാണ് ഈ തിയറം നമ്മളോട് പറഞ്ഞത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ തിയറത്തിന്റെ പ്രൂഫ് നമുക്ക് കാണാതെ പഠിക്കേണ്ടതാണ്. പിന്നീട് ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാം. സോ ഈ തിയറത്തിലെ ഈ ഒരു 3 കേസുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ 2x ആയപ്പോൾ ഇവിടെ x ആയി, ഇവിടെ 60 ആയപ്പോൾ ഇവിടെ 30 ആയി. അപ്പൊ ഈ ആംഗിൾ 160 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ 160ന്റെ പകുതി എത്രയാണോ? അത് 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? ഈ ഒരു ആംഗിൾ ഞാൻ ലൈൻസ് ആൻഡ് ആംഗിൾസ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ആംഗിളിന്റെ പേരാണ് റിഫ്ലക്സ് ആംഗിൾ. അപ്പം ഈ ഒരു ആംഗിൾ എ ആണെന്നിരിക്കട്ടെ. ഈ ആംഗിൾ എത്ര ആയിരിക്കും? 360 - a. ഇതാണ് റിഫ്ലക്സ് ആംഗിളിന്റെ ഫോർമുല. ഈ ആംഗിൾ എ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 360 - a. സോ ഈ ആംഗിൾ 160 ആണല്ലോ. അപ്പൊ ഈ ഒരു ആംഗിൾ എത്ര എടുക്കുന്നുണ്ട്? ഈ ഒരു ആംഗിൾ 360 - 160 എത്ര വരും? അത് 200 ഡിഗ്രി. സോ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 200 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? നമ്മൾ ഇവിടെ പറഞ്ഞു കണ്ടോ, ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x, അല്ലെങ്കിൽ കണ്ടോ ഇത് 60 ആയപ്പോൾ ഇത് 120. തിരിച്ചും പറയാം, ഇത് 120 ആയപ്പോൾ ഇത് 60 ആയി. ഈ ആംഗിൾ 200 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 200ന്റെ പകുതി എത്രയാണത്? 100. ഇതാണ് പ്രോപ്പർട്ടി. പിടികിട്ടിയല്ലോ. ഇത് 160 ആണെങ്കിൽ ഇത് 80 ആയിരിക്കും. സോ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ റിഫ്ലക്സ് ആംഗിൾ ആണ്. സോ 360 - 160 അത് 200 ആയിരിക്കും. ഇത് 200 ആണെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരിക 100. ഈ ഒരു പ്രോപ്പർട്ടി നന്നായിട്ട് മനസ്സിലാക്കുക.
ഇനി ഒരു തിയറം കൂടെ പഠിക്കാനുണ്ട്. തിയറം 10.9 നമ്മളോട് പറയുന്നത് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ എന്നാണ്. ശരിക്കും പറഞ്ഞാലേ എന്താണ് സെയിം സെഗ്മെന്റ്, എന്താണ് ഒരു സെഗ്മെന്റ്? ഞാൻ ഈ സെഗ്മെന്റ് എന്നുള്ള കാര്യം പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോഡ് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് കണ്ടോ, ഒരു കോഡ് വരച്ചു, എ ബി എന്നുള്ള കോഡ് വരച്ചു. ഈ കോഡ് വരച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള രണ്ട് പോർഷൻ, ഈ മുകൾ ഭാഗവും താഴ്ഭാഗവും കണ്ടോ, ഇതിന് പറയുന്ന ഈ പാർട്സിന് പറയുന്ന പേരാണ് സെഗ്മെന്റ്സ്. ഇത് നമ്മുടെ മേജർ സെഗ്മെന്റ്, കാരണം അതാണ് കൂടുതൽ ഏരിയ ഉള്ളത്. ഇത് നമ്മുടെ മൈനർ സെഗ്മെന്റ്. ഇപ്പം ഇവർ പറഞ്ഞത് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്? നമ്മൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ആംഗിൾ കണ്ടില്ലേ, ആംഗിൾ എ പി ക്യു, അത് അതിന്റെ ഒരറ്റം എയിലും ഈ ആംഗിളിന്റെ മറ്റേ എഡ്ജ് ബിയിലുമായിരിക്കണം. മനസ്സിലായോ? അത് മാത്രം നമ്മൾ ഓർത്താൽ മതി. ഈ ഒരു ആംഗിളിനെയാണ് നമുക്ക് ആംഗിൾ ഇൻ ദ സെഗ്മെന്റ് എന്ന് പറയാവുന്നത്. ഇപ്പം ഈ ഒരു രീതിയിൽ എത്ര ആംഗിൾ വരയ്ക്കാം? എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കണം. ഈ ആംഗിളിന്റെ മറ്റേ അറ്റം ഈ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വരണം. എത്ര എണ്ണം വരയ്ക്കാം നോക്കിക്കേ. ഇങ്ങനെ വരയ്ക്കാം അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ. എത്ര എണ്ണം വരയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നോ അതേപോലെ ഇഷ്ടം പോലെ വരയ്ക്കാം അല്ലേ? അപ്പൊ ഈ ആംഗിൾസ് എല്ലാം ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആണ്. മനസ്സിലായല്ലേ? ഒരേ സെഗ്മെന്റിലെ ആംഗിൾസാണ്. അപ്പൊ ഈ തിയറം നമ്മളോട് പറയുന്നത് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ എന്നാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന ഈ ആംഗിൾസ് എല്ലാം തന്നെ ഈക്വൽ ആയിരിക്കും. ഈ ഒരു ആംഗിൾ സപ്പോസ് എക്സ് ആണെന്നിരിക്കട്ടെ, ഈ ആംഗിളും എക്സ് ആയിരിക്കും, ഈ ആംഗിളും ഈ ആംഗിൾസും എല്ലാം, എല്ലാ ആംഗിൾസും ഇങ്ങനെ ഏതൊക്കെ ആംഗിൾ വരയ്ക്കുന്നോ ആ ആംഗിൾസ് എല്ലാം തന്നെ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന ആംഗിൾ ഇത്ര മാത്രമേ ഉള്ളൂ? അല്ല, താഴോട്ട് വരയ്ക്കാം അല്ലേ? ഇത് നമ്മുടെ മേജർ സെഗ്മെന്റ് ആയിരുന്നു. നമുക്ക് ഈ മൈനർ സെഗ്മെന്റോട്ട് വരയ്ക്കാമല്ലോ അല്ലേ? ഇതുണ്ട് കണ്ടോ, ഇങ്ങനെ വരയ്ക്കാം, ഇതേപോലെ ഇങ്ങനെ വരയ്ക്കാം അല്ലേ? എത്ര ആംഗിൾസ് വേണമെങ്കിലും വരയ്ക്കാം. ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ ഈ ആംഗിൾ വൈ ആണെങ്കിൽ ഈ ആംഗിളും വൈ ആയിരിക്കും, ഈ ആംഗിളും അതേപോലെ തന്നെ വൈ ആയിരിക്കും. അതായത് ഒരു സെഗ്മെന്റിലുള്ള ആംഗിൾസ് എല്ലാം തന്നെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ അപ്പർ സെഗ്മെന്റിലുള്ള, അതായത് മേജർ സെഗ്മെന്റിലുള്ള ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. അതേപോലെ മൈനർ സെഗ്മെന്റിലുള്ള ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് തിയറം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ആദ്യം പറയുന്നത്. ഈ 5ാമത്തെ എക്സസൈസിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനെ കുറിച്ച് അവർ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ എന്താണ് അവർ പറഞ്ഞത് നോക്കാം. ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 30 ഡിഗ്രി കണ്ടോ, ബി ഒ സി എത്രയാണത്? 30 ഡിഗ്രി. ആംഗിൾ എ ഒ ബി എത്രയാണത്? 60 ഡിഗ്രി. മനസ്സിലായോ? ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി, ഈ ആംഗിള് 60 ഡിഗ്രി. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ഫൈൻഡ് ആംഗിൾ എ ഡി സി. ഡി ഒരു ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ആദ്യത്തെ തിയറവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ആദ്യത്തെ ജോലി ഇതുണ്ട്, ഈ രണ്ട് ആംഗിൾസ് കൂട്ടണം കേട്ടോ. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ഒരു ആംഗിൾ, ഈ ആംഗിളിന്റെ പേരാണ് ആംഗിൾ എ ഒ സി അല്ലേ? ഇതാണ് നമ്മുടെ ആംഗിൾ എ ഒ സി. ഇതെങ്ങനെ, ഈ ഒരു ആംഗിൾ എങ്ങനെ കിട്ടും? ദേണ്ട് ഈ രണ്ട് ആംഗിൾ കൂടി കൂട്ടിയാൽ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടും അല്ലേ? ദാറ്റ് ഈസ് ആംഗിൾ എ ഒ സി ഈക്വൽ ടു, നമുക്ക് വേണമെങ്കിൽ ഡയഗ്രത്തിൽ ഇത് മാർക്ക് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. പക്ഷെ അതിൽ കാര്യമില്ല, ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി വെച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുകയുള്ളൂ. സോ ആംഗിൾ എ ഒ സി അല്ലേ, ഇതാണ് ആംഗിൾ എ ഒ സി. എത്രയാണ് ആംഗിൾ എ ഒ സി? ആംഗിൾ എ ഒ സി ഈക്വൽ ടു, എങ്ങനെയാണ് ഈ ആംഗിൾ എ ഒ സി ഈ ഒരു ആംഗിൾ കിട്ടുക? ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ ടോട്ടൽ ആംഗിൾ കിട്ടുക അല്ലേ? ആംഗിൾ എ ഒ സി കിട്ടണമെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ കൂട്ടണം. ശരി, ഈ ആംഗിളിന്റെ പേരെന്തുവാ? ആംഗിൾ എ ഒ സി ഈക്വൽ ടു ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ സി ഒ ബി ഈക്വൽ ടു, എന്താണ് ആംഗിൾ എ ഒ ബി? 60 ഡിഗ്രി പ്ലസ് എന്താണ് ആംഗിൾ സി ഒ ബി? 30 ഡിഗ്രി അല്ലേ? ദാറ്റ് ഈസ് ആംഗിൾ എ ഒ സി ഈക്വൽ ടു 60 പ്ലസ് 30 90 ഡിഗ്രി. എ ഡി സി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എങ്ങനെയാണ് നമുക്ക് എ ഡി സി കിട്ടുന്നത്? ആ തിയറം ഓർക്കുന്നുണ്ടല്ലോ, തിയറം 10.8. സെൻട്രലിലെ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരിക അല്ലേ? ഇത് 2x ആണെങ്കിൽ ഇവിടെ x ആയിരിക്കും. സോ ഇവിടെ എത്ര കിട്ടി? ആംഗിൾ എ ഒ സി 90 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 90യുടെ പകുതി എത്രയാണത്? 45 ഡിഗ്രി. നമുക്കത് എഴുതണം. Therefore ആംഗിൾ എ ഡി സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എത്രയാണ് ആംഗിൾ എ ഒ സി? 90 ഡിഗ്രി ഈക്വൽസ് 45 ഡിഗ്രി.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ കോഡ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ സർക്കിളിലെ ഒരു കോഡായിരുന്നു എ ബി എന്നിരിക്കട്ടെ. ഇവരെന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? കോഡ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു ദ റേഡിയസ്. ഈ എ ബി എന്നുള്ള കോഡ് എന്തിന് ഈക്വൽ ആണെന്ന്? ഈ സർക്കിളിലെ റേഡിയസിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് സർക്കിളിൽ റേഡിയസ് ഒന്ന് വരയ്ക്കാമല്ലോ. കണ്ടോ, ഒ എ അത് റേഡിയസ് ആണ്. അതേപോലെ ഒ ബി അതും റേഡിയസ് ആണല്ലോ. ഇവരെന്താണ് പറഞ്ഞത്? കോഡ് ഈസ് ഈക്വൽ ടു റേഡിയസ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എ ബിയുടെ നീളവും ഒ എയുടെ നീളവും ഒ ബിയുടെ നീളവും സെയിം ആണെന്നല്ലേ? ദാറ്റ് ഈസ് എ ബി ഈസ് ഈക്വൽ ടു ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി അല്ലേ? മനസ്സിലായല്ലോ? ഈ സർക്കിളിലെ കോഡും ഈ സർക്കിളിലെ റേഡിയസും ഈക്വൽ ആണ്. എ ബിയും ഒ എയും ഒ ബിയും ഈക്വൽ ആണെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ഒ എ ബിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ട്രയാങ്കിൾ ഒ എ ബി കണ്ടോ, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ ഒ എ ബി. ട്രയാങ്കിൾ ഒ എ ബി അതിൽ എ ബിയും ഒ എയും ഒ ബിയും ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആണ് അല്ലേ? അങ്ങനെ 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിന് നമ്മൾ പറയുന്ന പേരെന്തുവാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. സോ നമുക്കിവിടെ എന്ത് പറയാം? ട്രയാങ്കിൾ ഒ എ ബിയുടെ 3 സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ട്രയാങ്കിൾ ഒ എ ബി ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്തുവാ? എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു, എല്ലാ ആംഗിൾസും ഈക്വൽ ആണല്ലോ. അപ്പം ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. ഈക്വൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഈ 3 ആംഗിൾ ഈക്വലും ആണ്. എല്ലാ ആംഗിളും എത്രയാണ്? 60 ഡിഗ്രി ആണ്. സോ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ 3 ആംഗിൾസും 60 ഡിഗ്രി ആണ്. തൽക്കാലം നമുക്ക് ഇത് മാത്രം കൊടുക്കാം, 60 ഡിഗ്രി. ഇംപ്ലൈസ് ഈ ആംഗിളിന്റെ പേരെന്തുവാ? ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദ കോഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ മൈനർ ആർക്ക് ആൻഡ് ഓൾസോ അറ്റ് എ പോയിന്റ് ഓൺ ദ മേജർ ആർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മേജർ ആർക്ക്. മൈനർ ആർക്കോ? ഇതാണ് ഇവിടുത്തെ മൈനർ ആർക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ഫൈൻഡ് ദ ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദ കോഡ്. ഇതാണ് നമ്മുടെ കോഡ്. ആ കോഡ് എവിടെ ഉണ്ടാക്കിയ ആംഗിൾ? മേജർ ആർക്കിൽ ഉണ്ടാക്കിയ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? മേജർ ആർക്കിൽ സബ്ടെൻഡ് ചെയ്ത ആംഗിൾ കണ്ടുപിടിക്കണം, മൈനർ ആർക്കിൽ സബ്ടെൻഡ് ചെയ്ത ആംഗിൾ കണ്ടുപിടിക്കണം. ശരി, അപ്പൊ എങ്ങനെയാണ് എ ബി എന്നുള്ള കോഡ് മേജർ ആർക്കിൽ ആംഗിൾ സബ്ടെൻഡ് ചെയ്യുന്നത്? ആ ആംഗിളിന്റെ 2 എഡ്ജസും 2 അറ്റവും 2 വിങ്സ് എവിടെ വരണം? എയിലും ബിയിലും വരണം. കണ്ടോ, ഈ ആംഗിളിന്റെ പേരേതാണ്? ആംഗിൾ എ പി ബി. ഇതാണ് മേജർ ആർക്കിലുള്ള ആംഗിൾ. ഇനി മൈനർ ആർക്കിലുള്ള ആംഗിൾ ഏതാണ്? ഇതാണല്ലോ നമ്മുടെ മൈനർ ആർക്ക്. എയിൽ നിന്ന് ബിയിൽ നിന്നും മൈനർ ആർക്കിലോട്ട് വരയ്ക്കുന്ന ആംഗിൾ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എ പി ബിയും കണ്ടുപിടിക്കണം, ആംഗിൾ എ ക്യു ബിയും കണ്ടുപിടിക്കണം അല്ലേ? ഇവിടുത്തെ ആംഗിൾ ഇപ്പം 2x ആണെങ്കിൽ അതിന്റെ പകുതി x ആയിരിക്കും ഇവിടെ വരിക. ശരി, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഈ ആംഗിൾ എത്രയാണ്? ആംഗിൾ എ ഒ പി. നടുക്കത്തെ ആംഗിൾ 60 ഡിഗ്രിയാണ് അല്ലേ? അപ്പൊ ഈ ആംഗിൾ എത്ര വരും? നടുക്കത്തെ ആംഗിളിന്റെ പകുതിയാണല്ലോ അല്ലേ? ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ x അല്ലേ? സോ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 60യുടെ പകുതി വരും അല്ലേ? എ പി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ പി ബി ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ആംഗിൾ എ ഒ ബി അല്ലേ? നടുക്കത്തെ ആംഗിളിന്റെ പകുതിയാണല്ലോ. സോ 1/2 ഇൻറ്റു എന്താണ് ആംഗിൾ എ ഒ ബി? 60 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ എ പി ബി ഈസ് ഈക്വൽ ടു എത്ര? 1/2 ഇൻറ്റു 60 30 ഡിഗ്രി. അപ്പൊ നമുക്ക് ആംഗിൾ എ പി ബി കിട്ടി. ഇനി എന്ത് വേണം? എ ക്യു ബി വേണം. കണ്ടോ, ഇതാണ് നമ്മുടെ എ ക്യു ബി. ഇതിന്റെ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ റിഫ്ലക്സ് ആംഗിൾ 2x ആണെന്നിരിക്കട്ടെ, ഇതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരിക. ശരി, അപ്പൊ എങ്ങനെയാണ് ഈ റിഫ്ലക്സ് ആംഗിൾ കണ്ടുപിടിക്കുന്നത്? ഈ ആംഗിൾ എ ആണെന്നിരിക്കട്ടെ, ഈ ആംഗിൾ എത്ര ആയിരിക്കും? 360 മൈനസ് എ. ഈ റിഫ്ലക്സ് ആംഗിളിനെ കുറിച്ച് ഞാൻ ലൈൻസ് ആൻഡ് ആംഗിൾസിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ കണ്ടോ, നമുക്ക് ആദ്യമേ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ആംഗിളാണ്, ഈ റിഫ്ലക്സ് ആംഗിൾ. ആ റിഫ്ലക്സ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഫോർമുല ഏതാ? 360 മൈനസ് എ ആണ് ഫോർമുല അല്ലെ? ഇതാണ് നമ്മുടെ എ എന്നുള്ള ആംഗിൾ. സോ 360 മൈനസ് എ ആണ് റിഫ്ലക്സ് ആംഗിളിന്റെ ഫോർമുല. ഇവിടെ എയുടെ സ്ഥാനത്ത് കണ്ടോ 60 ഡിഗ്രി ആണല്ലോ. സോ നമുക്ക് പറയാം റിഫ്ലക്സ് ആംഗിൾ എ ഒ ബി. 360 മൈനസ് എ അല്ലേ ഫോർമുല?
360 മൈനസ് എയുടെ സ്ഥാനത്ത് എന്തുണ്ട് 60 ഡിഗ്രി, ദാറ്റ് ഈസ് 300 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, x ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം, ആംഗിൾ AQB ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ റിഫ്ലക്സ് ആംഗിൾ AUB, that is half into 300 is equal to 150 ഡിഗ്രി. അങ്ങനെ നമുക്ക് ആംഗിൾ AQB കിട്ടി. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആംഗിൾ PQR is equal to 100 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ആംഗിൾ 100 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ആംഗിൾ OPR. ഇതിൻ്റെ ഈ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിളാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ 100 ആണെങ്കിൽ ഇതിൻ്റെ ഈ ആംഗിൾ എത്ര ആയിരിക്കും, 200 ആയിരിക്കും അല്ലേ. ഈ ആംഗിളിൽ പറയുന്ന പേര് റിഫ്ലക്സ് ആംഗിൾ POR ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ PQR. നമ്മളൊരു തിയറത്തിൽ പഠിച്ചതാണിത്. സോ ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരും, 2 ഇൻറ്റു 100 അല്ലേ. എത്രയാണത്, 200. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇത് 200 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും. നമ്മൾ എപ്പോഴും പറയും ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എപ്പോഴും 360 അല്ലേ. അപ്പം ഇത് 200 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും, ദാറ്റ് ഈസ് ആംഗിൾ POR ഈസ് ഈക്വൽ ടു എത്ര വരും, ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ആണ്. അതായത് ഇതിൻ്റെ ഈ ഒരു ടോട്ടൽ ആംഗിൾ 360 ആണ്. അതിൽ ഇത്രയും ആംഗിൾ 200 ആണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും വരുന്നത്, 360 മൈനസ് 200 ഈസ് ഈക്വൽ ടു 160 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയാണ്, 160 ഡിഗ്രിയാണ്. ഇനി എന്താണ് ട്രയാങ്കിൾ POR എന്ന് എടുക്കാമോ, ട്രയാങ്കിൾ POR. ഈ ട്രയാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. എന്തുകൊണ്ടാണ് ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയത്, കണ്ടോ, POയും ROയും കണ്ടോ, ഇതുണ്ട് ഈ രണ്ട് സംഗതികൾ. ഇതെന്താണ്, റേഡിയസ് ആണ് അല്ലേ. PO ഈസ് ഈക്വൽ ടു RO. എന്താണ് അതിൻ്റെ റീസൺ, ഇത് രണ്ടും എന്താണ്, റേഡിയസ് ആണല്ലേ, അല്ലെങ്കിൽ റേഡിയൈ ഓഫ് ദ സെയിം സർക്കിൾ ആണ്. അങ്ങനെ ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ് ഈക്വൽ ആണെന്നിരിക്കട്ടെ, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ ഈ ആംഗിളും ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ. റീസൺ അറിയാമോ, ഒരു ട്രയാങ്കിളിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ട്രയാങ്കിളിൽ രണ്ട് സൈഡ്സ് ഏതൊക്കെ, POയും ROയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമല്ലോ. ഏതാണ് ഓപ്പോസിറ്റ് ആംഗിൾ, ആംഗിൾ OPR ഈസ് ഈക്വൽ ടു ആംഗിൾ ORP. എന്താ റീസൺ, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ X എന്ന് വിളിക്കാം. ഇത് X ആണെങ്കിൽ ഇത് X ആയിരിക്കുമല്ലോ. ആംഗിൾ സം പ്രോപ്പർട്ടി ഓർക്കുന്നുണ്ടോ, ട്രയാങ്കിൾ POR അല്ലേ. ആംഗിൾ സം പ്രോപ്പർട്ടി ഓർക്കുന്നോ, ഇതിലെ എല്ലാ ആംഗിളോട് കൂട്ടുമ്പോൾ എത്ര വരും, 180 ഡിഗ്രി വരും. ദാറ്റ് ഈസ് X പ്ലസ് 160 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി ആണ് കേട്ടോ. X പ്ലസ് X എത്രയാണ്, 2X പ്ലസ് 160 ഈസ് ഈക്വൽ ടു 180. 160 അപ്പുറത്ത് കൊണ്ടുപോയിക്കേ, 2X ഈസ് ഈക്വൽ ടു 180 മൈനസ് 160 ഈസ് ഈക്വൽ ടു 20 അല്ലേ. സോ 2X ഈസ് ഈക്വൽ ടു 20. X എത്രയാണ്, 20/2 ഈസ് ഈക്വൽ ടു 10 ഡിഗ്രി. കണ്ടുപിടിക്കേണ്ടത് എന്തുവായിരുന്നു, ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ആംഗിൾ OPR ആണ് കണ്ടുപിടിക്കേണ്ടത്. therefore ആംഗിൾ OPR ഈസ് ഈക്വൽ ടു എത്രയാണ്, X അല്ലേ. എത്രയാണ് X കിട്ടിയത്, 10 ഡിഗ്രി. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ പിടിക്കേണ്ടത് ഫൈൻഡ് ആംഗിൾ BDC. കണ്ടോ, BDC ഇതിൻ്റെ ഈ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ BDC എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ ആംഗിളിൻ്റെ സെയിം സെഗ്മെന്റ് പഠിച്ചായിരുന്നു, ഓർക്കുന്നോ. ഇങ്ങനൊരു ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെയുള്ള ആംഗിൾസ്, ഈ ആംഗിളും അതേപോലെ ഈ ആംഗിളും സെയിം ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടോ, ഈ ആംഗിൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. ഈ ആംഗിളും അതേപോലെ തന്നെ ഈ ആംഗിളും, ഈ രണ്ട് ആംഗിൾസ് സെയിം ആണ്. എന്ന് വെച്ചാൽ ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ D ആണ്. മനസ്സിലായോ, എന്താ റീസൺ, ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ്. അപ്പം നമുക്ക്
ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ബി ഡി സി ആ. കണ്ടോ, ആംഗിൾ ബി ഡി സി. ശരിക്കും ഈ ആംഗിൾ ബി ഡി സി എന്ന് പറഞ്ഞാൽ ഏതാ? ആംഗിൾ ഡി തന്നെ. അപ്പം നമുക്ക് ആംഗിൾ ഡി കണ്ടുപിടിക്കാൻ നമ്മൾ ആംഗിൾ എ കണ്ടുപിടിച്ചാലും മതി, കാരണം ആംഗിൾ എയും ആംഗിൾ ഡിയും ഈക്വൽ ആണ്. ശരി, നമുക്ക് ട്രയാംഗിൾ എ ബി സി എന്ന് എടുത്താലോ? കാണുമ്പോഴറിയാം കണ്ടോ, ട്രയാംഗിൾ എ ബി സി, അതിൽ ആംഗിൾ ബി എത്ര? 69 ഡിഗ്രിയാണ്. ആംഗിൾ സി എത്ര? 31 ഡിഗ്രി. സോ നമുക്കൊന്ന് എഴുതാമോ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എന്താണ് റീസൺ? ആംഗിൾ സം പ്രോപ്പർട്ടി അല്ലേ? സോ ആംഗിൾ എ നമുക്കറിയത്തില്ല, ആംഗിൾ എ അത് കണ്ടുപിടിക്കണം. ആംഗിൾ ബി കണ്ടോ, ഇതാണ് ആംഗിൾ ബി. എത്രയാണത്? 69 ഡിഗ്രി പ്ലസ് ആംഗിൾ സി കണ്ടോ, ആംഗിൾ സി ഏതാണത്? 31 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180. ശരിക്കും ഈ ആംഗിൾ ബി എ നമുക്ക് ആംഗിൾ ബിക്ക് പകരം ആംഗിൾ എ ബി സി എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആംഗിൾ എ ബി സി. അതേപോലെ ആംഗിൾ സിയെ നമുക്ക് ആംഗിൾ എ സി ബി ഇങ്ങനെ എഴുതുന്നത് കൂടുതൽ ശരിയായിരിക്കും. സോ ആംഗിൾ എ പ്ലസ് എത്ര? 69 പ്ലസ് 31 100 അല്ലേ? ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. Therefore angle A is equal to 180 minus 100 is equal to 80 ഡിഗ്രി ആണല്ലോ. സോ ആംഗിൾ എ 80 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി എന്താണ്? ആംഗിൾ ഡി എന്ത് തന്നെ? ആംഗിൾ എ തന്നെ. എത്രയാണത്? 80 ഡിഗ്രി. ആംഗിൾ ഡി കണ്ടോ, ഇതാണ് നമ്മുടെ ആംഗിൾ ഡി. ഇത് എത്രയാണ്? ഇത് 80 ഡിഗ്രി. നമ്മളോട് ചോദിച്ചത് എന്തുവാ? ആംഗിൾ ബി ഡി സി അല്ലേ? ദാറ്റ് ഈസ് ആംഗിൾ ബി ഡി സി. ആംഗിൾ ബി ഡി സി എന്ന് പറഞ്ഞാൽ ആംഗിൾ 80 തന്നെ. ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഫിഗറിൽ അവരെ വിവരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ആംഗിൾ ബി എ സി. കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനാണ്. കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബി എ സി ആണല്ലേ, അല്ലെങ്കിൽ ആംഗിൾ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി സി ഒരു കോഡാണല്ലോ. സോ ഏതൊക്കെയായിരിക്കും ഇവിടുത്തെ ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ്? ആംഗിൾ എയും ആംഗിൾ ഡിയും ഇവിടെ ഈക്വൽ ആയിരിക്കും അല്ലേ? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി. എന്താ റീസൺ? ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ്. മനസ്സിലായല്ലോ? കണ്ടോ, ഇങ്ങനെ ബി സിയിൽ നിന്ന് സബ്റ്റൻഡ് ആയിട്ടുള്ള രണ്ട് ആംഗിളാണ് ആംഗിൾ എയും ആംഗിൾ ഡിയും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആംഗിൾ ബി എ സി അല്ലെങ്കിൽ ആംഗിൾ എ ആ കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ എ കണ്ടുപിടിക്കുന്നതിന് പകരം ആംഗിൾ ഡി കണ്ടുപിടിച്ചാലും മതി, നമുക്ക് നമ്മുടെ കാര്യം നടക്കും. എങ്ങനെങ്കിലുമൊക്കെ നടക്കുമോ? നോക്കിക്കേ, ഈ ഒരു ആംഗിൾ എക്സ് ആണെന്നിരിക്കട്ടെ. നമുക്ക് എന്ത് പറയാം? എക്സ് പ്ലസ് 130 ഈസ് ഈക്വൽ ടു, അറിയാമല്ലോ, ഇങ്ങനൊരു ലൈൻ ഉണ്ട്, അതിൽ ഇങ്ങനൊരു കട്ടുണ്ട്. ഇവിടെ 130 ആണ്, ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര ആയിരിക്കും? ഈ രണ്ട് ആംഗിൾ കൂട്ടുമ്പം 180 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണ്? നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് തൊട്ട് പഠിക്കുന്നതാണ് അതിൻ്റെ റീസൺ. ലീനിയർ പെയർ. എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? 180 മൈനസ് 130 ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. സോ ഇത് എത്രയാണ്? 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ഡി ഇ സി ഒന്ന് കൺസിഡർ ചെയ്യാമോ? ഏതാ ട്രയാങ്കിൾ ഡി ഇ സി? ഇതാണ് ട്രയാങ്കിൾ ഡി ഇ സി. നമുക്ക് ആംഗിൾസും പ്രോപ്പർട്ടി ഒന്ന് ഉപയോഗിക്കാമോ? എന്ത് പറയാം? കണ്ടോ, ഇതിലെ 3 ആംഗിൾസ് ഏതൊക്കെയാണിത്? എക്സ് പ്ലസ് ഈ ആംഗിൾ ഏതാണത്? 20 ഡിഗ്രി പ്ലസ് ഈ ആംഗിൾ ആംഗിൾ ഡി. ഈ 3 ആംഗിളോട് കൂട്ടുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി വരണം. കാരണം എന്താണ്? ആംഗിൾ സം പ്രോപ്പർട്ടി. എക്സ് നമുക്ക് മുകളിൽ കിട്ടിയായിരുന്നു അല്ലേ? എത്രയാണത്? 50 ഡിഗ്രി പ്ലസ് 20 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി നമുക്ക് അറിയത്തില്ല. ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180. 50 പ്ലസ് 20 70 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180. ദാറ്റ് ഈസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 മൈനസ് 70 ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി 110 അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എത്ര ആയിരിക്കും? അതും സെയിം ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് ഇവിടെ കിട്ടി. ദാറ്റ് ഈസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എത്രയാണ് ആംഗിൾ ഡി? 110. സോ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 110. കണ്ടുപിടിക്കേണ്ട എന്തുവാ? ആംഗിൾ ബി എ സി അല്ലേ? Therefore angle BAC is equal to കണ്ടോ BAC എത്രയാണത്? 110 ഡിഗ്രി.